everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not. ആരിഫ് ഹുസൈൻ ചോദിച്ചു, സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രൂഫ് ചോദിച്ചു, ഏത് സൂറത്തിലാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആരിഫ് ഹുസൈൻ ഉത്തരം മുട്ടി. അപ്പോൾ അയാൾ പറയുകയാണ്, ആരിഫ് ഹുസൈൻ ഒരിക്കലും അത് പ്രൂഫ് ചെയ്യാൻ, അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അയാൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാണ്. അതിന് പബ്ലിക്കായിട്ട് ആരിഫ് ഹുസൈനെ കള്ളനെന്ന് വിളിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആരിഫ് ഹുസൈൻ ഇംഗ്ലണ്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം നല്ല സുന്ദരമായ മറുപടി ഇതുപോലെ പറയാൻ പറ്റിയ ആൾക്കാർ അവിടെ ഉണ്ട്. കാരണം ആരിഫ് ഹുസൈൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലണ്ട് ആരിഫ് ഹുസൈൻ എക്സ്പെക്റ്റ് ചെയ്ത ഇംഗ്ലണ്ട് അല്ല. ഇംഗ്ലണ്ടിൽ ഒരിക്കലും മതപരിവർത്തനം നടത്തി ആരെയും അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് അവിടുത്തെ സ്വദേശികൾ ക്രിസ്ത്യൻ ചർച്ചുകളിലേക്ക് അവരുടെ വിശ്വാസപരമായ കർമ്മങ്ങൾ ചെയ്യാൻ വരാത്തത് കൊണ്ട് പല ചർച്ചുകളും ഇപ്പം അവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുത്ത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുത്തെ വിശ്വാസങ്ങൾ, അവിടുത്തെ സ്വദേശികളായ ആളുകൾ അത്രയും വിശ്വാസത്തിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ സ്വദേശികളായിരുന്നാലും അവിടെ ചെല്ലുന്ന ആളുകളായിരുന്നാലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ആരിഫെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഒരിക്കലും കമ്പൾസറി ആയിട്ട് മറ്റുള്ള വിശ്വാസത്തിൽ ഒരാളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നൊരു സിസ്റ്റമേ ഇസ്ലാമിലില്ല. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുക, പരിശുദ്ധ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുക, സ്വയമായിട്ട് അത് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വരിക, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. സ്വയമായി ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരട്ടെ എന്നൊരു പാഠം മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ. ലണ്ടനിൽ പോയി എന്തൊക്കെയോ മറിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലണ്ടനിൽ പോയി സത്യം പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ പെട്ടിരിക്കുകയാണ്. അവസാനം ആൻസർ പറയാനില്ലാതെ ആരിഫ് ഹുസൈനെ അവർ ആട്ടി ഓടിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോഴുള്ള ചിരി. BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith. പബ്ലിക്കായിട്ട് ഇതിൽ വല്ല നാണക്കേട് ആരിഫ് ഹുസൈൻ ഉണ്ടോ? പബ്ലിക്കായിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത് നടക്കത്തില്ല. ലണ്ടനിൽ ചെന്നപ്പോൾ ആരിഫ് ഹുസൈന് പണി കിട്ടി. പബ്ലിക്കായിട്ട് അവർ വിളിച്ച് പറയാണ് ഇവൻ കള്ളനാണ്. 2-3 പ്രാവശ്യം അയാൾ പറയുന്നുണ്ട്, ഇവൻ കള്ളനാണ്, ഇവനെ ആരും വിശ്വസിക്കരുത്, ഇവനെ ഫോളോ അപ്പ് ചെയ്യരുത്, ഇവൻ പറയുന്നത് മൊത്തം കള്ളത്തരമാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. He's a liar who's lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India spread this. This is janata for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. Time up. Your time. പബ്ലിക്കായിട്ട് ഇത്രയും നാണം കെട്ട് ആരിഫ് ഹുസൈൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ടത് ഈ ഒരു അവസരത്തിലായിരിക്കും, അത് ഉറപ്പാണ്. കാരണം പബ്ലിക്കായിട്ട് ആരിഫ് ഹുസൈനെ കള്ളനെന്ന് വിളിച്ച് നത്തിങ്, ആരിഫ് ഹുസൈൻ ഒന്നുമല്ല, ഇവൻ കള്ളം പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണെന്ന് വെറുതെ കള്ളം പറഞ്ഞ് ആൾക്കാരുടെ അടുക്കൽ കള്ളം പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരാളാണെന്ന് പബ്ലിക്കായിട്ട് ആരിഫ് ഹുസൈൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് എന്നൊരക്ഷരം മിണ്ടാൻ പറ്റിയിട്ടില്ല. ഇത്രയും നാണം കെട്ടൊരവസ്ഥ ആരിഫ് ഹുസൈൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണത്തില്ല. എന്തായാലും ഇംഗ്ലണ്ടിൽ ചെന്ന് ഇത് വാങ്ങിച്ചത് അത് നന്നായി. കാരണം ഇവിടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി ആരിഫ് ഹുസൈൻ അതിനെതിരെ ഒരുപക്ഷെ കേസ് വരെ കൊടുക്കാൻ സാധ്യതയുണ്ട്.